നമസ്കാരം. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് ആഗ്രഹമുള്ള ഒരു പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കണമെന്ന് ആഗ്രഹിച്ചൊരു പ്രോഗ്രാം. അതാണ് ഇന്നിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യണത്. നമുക്ക് നമ്മളെ തമ്മിൽ കണക്ട് ചെയ്യണ ഒരു പവർ, ഒരു എനർജി, അത് മുരുകവാൻ്റെ അനുഗ്രഹമാണ്, മുരുകവാൻ്റെ എനർജിയാണ്. അപ്പോൾ നമ്മൾ മുരുകവാൻ്റെ അനുഗ്രഹത്താലും സംരക്ഷണത്തിനും തുടങ്ങുന്ന ചാനലിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം ഈ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ആ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നമ്മൾ മുരുകൻ്റെ ഒരുപാട് കഥകൾ, സിദ്ധന്മാരുടെ കഥകൾ, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുക. നിങ്ങളിലൂടെ നിങ്ങളത് മനസ്സിലാക്കുക, അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ നമ്മൾ എന്താ പറയുക, കെട്ടുകഥകളല്ല, ചരിത്രങ്ങളാണ്, സത്യങ്ങളാണ്. തമിഴ് പറയുകയാണെങ്കിൽ നിജന്താൻ. അത്രയും സത്യമായ, നിജമായ, അത്ഭുതകരമായ ചരിത്രങ്ങളും കഥകളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിൽ എവിടെയോ വെച്ചിട്ട് നമ്മുടെ ആൾക്കാർ നമ്മുടെ ഈ സത്യത്തിൽ നിന്ന്, ഈ ചരിത്രത്തിൽ നിന്ന്, ഈ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ വഴിതിരിച്ചു വിടാൻ വേണ്ടി ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞൊരു മുഖം മൂടിയിട്ട് തന്ന് നമ്മളെ അതിൽ നിന്നും വലിച്ചിറക്കണ ഒരു സമയമുണ്ടായിരുന്നു. നമുക്ക് തിരിച്ചു വരണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അടുത്ത തലമുറയും മനസ്സിലാക്കണം. ആ ഒരു ദൗത്യം നമ്മുടെ സല്യൂട്ട് ഭാരത് ഇവിടെ ഏറ്റെടുക്കുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളത് ഈ പ്രോഗ്രാം കാണുക. ഈ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ചരിത്രം, കഥയല്ല ചരിത്രം പറയാവുന്നത് തിരുച്ചെന്തൂർ അമ്പലത്തിനെ കുറിച്ചാണ്. തിരുച്ചെന്തൂർ അമ്പലം നിങ്ങൾക്കറിയാം, 6 പടവീട്ടിലെ ഒരു പടവീടാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കുമാരികാണ്ട സമയത്ത് ലോകം മുഴുവൻ ഉണ്ടായിരുന്നതാണ്. പിന്നെ അത് ഇവിടെ വന്ന ആൾക്കാർ ഇവിടെ വെച്ചതാണ് 6 പടവീട്. 6 ആർമി ക്യാമ്പാണ് മുരുകൻ്റെ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ. ആ തിരുച്ചെന്തൂരുള്ള 2 സംഭവങ്ങൾ, 2 ചരിത്ര സംഭവങ്ങൾ, ഒന്ന് വളരെ മുമ്പ് നടന്നൊരു ചരിത്ര സംഭവം, ഒന്ന് നമ്മുടെയൊക്കെ കാലത്ത് നടന്നൊരു അത്ഭുതകരമായ കാര്യം. ഈ 2 കഥകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് സല്യൂട്ട് ഭാരതിലൂടെ കാണിക്കുകയാണ്. നിങ്ങൾ കാണണം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇത്തരം ഭഗവാന്റെ കഥകളിലൂടെയും സിദ്ധന്മാരുടെ അത്ഭുതകരമായ യാത്രകളിലൂടെയൊക്കെ സഞ്ചരിക്കാം. ഭാരതത്തിലെ ചരിത്ര പുരുഷന്മാരിലൂടെ സഞ്ചരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ തിരുച്ചെന്തൂർ നടന്ന ഒരുപാട് വർഷം മുമ്പ് പറയുകയാണെങ്കിൽ കുറേ നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ പോയാൽ ഡച്ചുകാർ നമ്മുടെ നാട്ടിലേക്ക് വന്നൊരു സമയം, ആ സമയത്തെ കഥ അല്ല ചരിത്രം കാണുക. കൊല്ലവർഷം 1653 ഒരു രാത്രി തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ കടപ്പുറത്ത് ഒരു വിദേശ കപ്പൽ നങ്കൂരമിട്ടു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലായിരുന്നു അത്. സ്വർണം കൊള്ളയടിക്കാൻ വന്ന അവർ അന്ന് ക്ഷേത്രത്തിൽ നിന്നും എടുത്തുകൊണ്ടുപോയത് ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ പോന്ന ഒരു ശക്തിയായിരുന്നു. അധികമാരും കേൾക്കാത്ത ഭഗവാൻ മുരുകൻ്റെ ഒരു അദ്ഭുത ചരിത്രം കേൾക്കാം. തിരുച്ചെന്തൂർ ദേവസേനാധിപതി ഭഗവാൻ മുരുകൻ ആ നാടിനെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഭഗവാന്റെ ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ആ നാട് ആക്രമിക്കുവാനും ഭഗവാനെ തന്നെ തട്ടിയെടുക്കാനും ശ്രമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതെ, പണ്ട് ഡച്ചുകാർ അങ്ങനെ ഒരു അവിവേകം കാട്ടി. ലോകം കീഴടക്കാൻ തങ്ങളുടെ ആയുധബലം മാത്രം മതിയാകുമെന്ന് കരുതിയ വിഡ്ഢികളായിരുന്നു അവർ. ചെറിയ നാടുകളെ അവരുടെ സൈനിക ശക്തി മുതലെടുത്ത് കീഴടക്കി. ശേഷം അവരുടെ സമ്പത്തുകൾ കവർന്നു. ശക്തിയായിരുന്നു അന്ന് നീതിബോധം. അതിലവർ കൊള്ളക്കാരായിരുന്നില്ല എന്നായിരുന്നു സ്വയം കരുതിയിരുന്നത്. ക്രൂരമായ ഈ പ്രക്രിയ അവരിലൊരു ആവേശമുണ്ടാക്കി. കടൽ കടന്ന് ആക്രമിക്കുവാനും അതിന് തുടക്കമായി. ഒരു നാൾ അവരുടെ കണ്ണുകൾ ഭാരതത്തെയും കേന്ദ്രീകരിച്ചു. അവിടെയുണ്ടായിരുന്ന കണക്കിൽ കൊള്ളാത്ത സമ്പത്ത് ആ യാത്രയ്ക്ക് ശക്തി കൂട്ടി. പലയിടങ്ങളും അവർ തിരഞ്ഞെടുത്തു. അതിലവർക്ക് പറ്റിയൊരു വലിയ തെറ്റ് ദേവസേനാധിപതിയെ മനസ്സിലാക്കാതെ പോയതാണ്. തിരുച്ചെന്തൂർ തീരത്തെത്തിയ അവർ അവരുടെ ആയുധബലം ഉപയോഗിച്ച് ആ നാടിനെ ആക്രമിച്ചു. സ്വർണ്ണക്കൊതി കൊണ്ട് അവർ കഥകളെന്ന് മാത്രം കരുതിയ തിരുച്ചെന്തൂർ മുരുകൻ്റെ ക്ഷേത്രം ആക്രമിച്ചു. അവിടുത്തെ അത്ഭുത സിദ്ധികളുള്ള ഷൺമുഖൻ്റെ പഞ്ചലോക വിഗ്രഹം തട്ടിയെടുത്തു. അത് തനി സ്വർണമായിരുന്നെന്നായിരുന്നു അവരുടെ വിചാരം. അങ്ങനെ വിഗ്രഹം കൊണ്ട് അവർ സിലോണിലേക്ക് കപ്പൽ കയറി.
തങ്ങളുടെ നാട് ആക്രമിച്ചിരിക്കുന്നു. എന്തിന്? വിഷമം പറയാമെന്ന് കരുതിയ ഭഗവാൻ മുരുകനെയും അവർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. എന്തു ചെയ്യും? അവർ ആരോടാ വിഷമം പറയും? പക്ഷേ വിജയിച്ചു എന്ന് കരുതി പോകുന്ന ഡച്ചുകാരുടെ ആ യാത്ര അധികം നാൾ നീണ്ടു നിന്നില്ല. ആകാശം കറുത്തിരണ്ടു. ഭയാനകമായ ഇടിമിന്നലോടെ വലിയൊരു കൊടുങ്കാറ്റ് ആ കപ്പലിനെ വലയം ചെയ്തു. അല്പജ്ഞാനികളായ ആ മൂഢന്മാർ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ പ്രകൃതിയെ തന്നെ ശപിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതേ പ്രകൃതി തന്നെ അവർക്ക് അടയാളം തന്നുകൊണ്ടേയിരുന്നു. തങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കപ്പൽ മുങ്ങുമെന്നായ ഡച്ചുകാർ ഒരു കാര്യം മനസ്സിലാക്കി. തങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ വിഗ്രഹത്തിൻ്റെ ശക്തിയാണ് ഈ പ്രകൃതിക്ഷോഭത്തിന് കാരണം. പ്രകൃതി എന്ന പോലെ തന്നെ ഭഗവാൻ ദേവസേനാധിപതിയും കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. ജീവൻ രക്ഷിക്കാൻ അവർ ആ വിഗ്രഹം ഒരു വലിയ കയറിൽ കെട്ടി നടുക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ആ അടുത്ത നിമിഷം തന്നെ കൊടുങ്കാറ്റ് ശമിച്ചു. കടൽ ശാന്തമായി. വർഷങ്ങളങ്ങനെ കടന്നുപോയി. മനുഷ്യർ ചെയ്ത തെറ്റ് ഭഗവാനെ കോപിഷ്ഠനാക്കിയിരിക്കാം. കടലിൻ്റെ അടിത്തട്ടിൽ ഭഗവാൻ ശാന്ത സ്വഭാവിയായിരുന്നിരിക്കാം. ദേവസേനാധിപതിയെ മറ്റൊരാർക്കും ദർശനം കൊടുക്കാതെ ഒഴിഞ്ഞുമാറിയിരിക്കാം. പണ്ട് ഈ ലോകം ചുറ്റി വന്നാൽ നൽകാമെന്ന് പറഞ്ഞ ജ്ഞാനപ്പഴം സ്വന്തമാകാൻ ക്ഷണനേരം കൊണ്ട് ലോകം ചുറ്റി വന്ന ഷൺമുഖൻ കാണുന്നത് ഭഗവാൻ വിഘ്നേശ്വരൻ ആ പഴം കഴിക്കുന്നതാണ്. അന്ന് പിണങ്ങി പഴനിയിൽ പോയിരുന്ന ഭഗവാന്റെ രീതികൾ ഭക്തർക്ക് വ്യക്തമായി അറിയാവുന്നതുമാണല്ലോ. അതിനാൽ തന്നെ ഭഗവാൻ തീരുമാനിക്കാതെ അദ്ദേഹം ഇവിടം തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കി. വിഗ്രഹം നഷ്ടപ്പെട്ട സങ്കടത്തിൽ ഭക്തർ കഴിഞ്ഞുകൂടി. നാടിനൊരു പഴയ സംരക്ഷണമില്ല. ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ആവേശവുമില്ല. നാടിനെ സംരക്ഷിക്കാൻ ഒരു കവചമെന്ന പോലെയായിരുന്നു ഭഗവാൻ മുരുകൻ അവർക്ക്. അങ്ങനെ പോകെ പോകെ അവരുടെ വിഷമവും ഭഗവാൻ മനസ്സിലാക്കി. അപ്പോഴാണ് വടമലയപ്പപ്പിള്ള എന്ന ഭക്തന് മുരുകന്റെ ഒരു സ്വപ്ന ദർശനമുണ്ടാകുന്നത്. 17-ാം നൂറ്റാണ്ടിലെ ഒരു തമിഴ് കവിയും തലവനും മധുരയിലെ നായ്ക് രാജാക്കന്മാരുടെ, പ്രത്യേകിച്ച് തിരുമല നായ്ക്കിന്റെ കീഴിൽ സേവനമനുഷ്ഠിച്ച ഒരു ഭക്ത ഭരണാധികാരിയുമായിരുന്നു വടമലയപ്പപ്പിള്ളയപ്പൻ. തന്റെ നാട്ടിലെ ജനങ്ങൾ വിഷമിച്ചു കഴിയുന്നതിൽ അദ്ദേഹവും ദുഃഖിതനായിരുന്നു. തികഞ്ഞ മുരുകഭക്തനായ അദ്ദേഹം ആ വിഷമം തന്റെ ഭഗവാനോട് നിത്യവും പറയുകയുമുണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ഭഗവാൻ തന്റെ ഹിതം ലോകത്തെ അറിയിക്കാൻ കേവലം മനുഷ്യരിൽ നിന്ന് തന്നെ യോഗ്യരായവരെ തിരഞ്ഞെടുക്കുമായിരുന്നു. അന്ന് ഭഗവാൻ തിരഞ്ഞെടുത്ത പുണ്യാത്മാവ് കൂടിയായിരുന്നു വടമലയപ്പപ്പിള്ളയാൻ. ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന അദ്ദേഹം അസാമാന്യമായ ഒരു സ്വപ്നം കണ്ടു. ഒരു സിനിമയെന്ന പോലെ കടലിനടിയിൽ തൻ്റെ വിഗ്രഹം കിടക്കുന്ന സ്ഥലം മുരുകൻ സ്വപ്നത്തിൽ തന്നെ കാണിച്ചു കൊടുത്തു. സ്വപ്നത്തിലൂടെ ഒരു അശരീരിയായി ഭഗവാൻ മുരുകൻ പറഞ്ഞത് ഇങ്ങനെ: കടലിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു നാരങ്ങ ഒഴുകി നടക്കുന്നത് കാണാം. അതിനു മുകളിലായി ആകാശത്ത് ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടാകും. അവിടെയാണ് ഞാനുള്ളത്. ഇതായിരുന്നു ആ അശരീരി. പിള്ളയാൻ ഭഗവാന്റെ സാമീപ്യം തൻ്റെ അരികിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ശേഷം അദ്ദേഹത്തിന് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. സ്വപ്നത്തിൽ കണ്ട സ്ഥലം ലക്ഷ്യമാക്കി അദ്ദേഹം സഞ്ചരിച്ചു. എന്നാൽ ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല, ദുഷ്കരം തന്നെയായിരുന്നു. എന്നാൽ പിള്ളയാൻ ഒരു തെല്ലിട പിന്നോട്ട് പോയില്ല. കാരണം ഒന്നു മാത്രം: കൂടെയുള്ളത് സാക്ഷാൽ ദേവസേനാധിപതിയായിരുന്നല്ലോ. അങ്ങനെ തടസ്സങ്ങളെല്ലാം മറികടന്ന് സ്വപ്നദർശനം സത്യമാകാൻ സമയമായി എന്ന് ബോധ്യപ്പെടുന്ന നേരം പിള്ളയപ്പൻ ആനന്ദാസ്വാദനം ഒഴുക്കി. അവിടെ കടലിനടിയിൽ മുങ്ങിത്തപ്പിയവർക്ക് ഒരു ഷൺമുഖ വിഗ്രഹം ലഭിച്ചു. സാക്ഷാൽ ദേവസേനാധിപതി തിരുച്ചെന്തൂർ മുരുകൻ. നിങ്ങൾ കണ്ട ഈ ചിത്രീകരണം ഇതൊരു കഥയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്ര സംഭവമാണ്. 1653 ഡച്ചുകാർ ക്ഷേത്രത്തിൽ വന്നതും ആ വിഗ്രഹം കടത്താൻ ശ്രമിച്ചതും തിരിച്ച് ആ വിഗ്രഹ ക്ഷേത്രത്തിലെത്തിയതും ചരിത്ര രേഖകളിലുണ്ട്. നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുകയോ, അത്രയും അത്ഭുതകരമായ കാര്യങ്ങൾ നടന്ന സ്ഥലമാണ് തിരുച്ചെന്തൂർ. ഞാൻ പലവട്ടം തിരുച്ചെന്തൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അവിടെ ഭഗവാനെ തൊഴുത് നിന്നിട്ടുണ്ട്. ഒരുപാട് അത്ഭുതകരമായ എനിക്ക് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് ബാക്ക് സൈഡിൽ ഒരു അറയുണ്ട്. അറയിൽ പഞ്ചഭൂതങ്ങളെ പൂജിക്കുന്ന അറിയാം. ചില സമയങ്ങളിൽ പൊതുജനങ്ങൾക്ക് അവിടെ അലൗഡാണ്. എൻ്റെ ഭാഗ്യത്തിൽ, ഭഗവാന്റെ അനുഗ്രഹത്തിൽ എനിക്കും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ,
തിരുച്ചെന്തൂരത്തെ കടലിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാനാണ്. പഞ്ചഭൂതങ്ങളെ അടക്കി നിർത്തുന്ന സ്ഥലമാണ് തിരുച്ചെന്തൂർ. ആ കടലിനും അതിൻ്റേതായ ശക്തിയുണ്ട്. അതെ, ഇനി പറയാമെന്ന കഥ സുനാമി പോലും ഭയന്ന് പിന്മാറിയ തിരുച്ചെന്തൂരിൻ്റെ അത്ഭുത കഥയാണ്. സുനാമി അതിനൊരു രീതിയുണ്ട്. കടൽ ആദ്യം ഒന്ന് പിൻവലിയും, ശേഷം ശക്തമായി കരയിലേക്ക് അടിച്ചു കയറും. കടൽ പൂർണ്ണമായും രൗദ്രഭാവമാകുന്ന ഒരു സമയം. അടിച്ചു കയറുന്ന കടലിന് ഒരു നിയമവുമില്ല. അത് ശക്തമായി കരയെ ആക്രമിക്കും. മനുഷ്യൻ കെട്ടിപ്പൊക്കിയ ദണ്ഡഗോപുരങ്ങൾ എന്തും തിരിയിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. ഇന്തോനേഷ്യയിലെ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്തിനടുത്ത് 2004 ഡിസംബർ 24 കടലിനടിയിൽ വെച്ചുണ്ടായ മെഗാത്രസ്റ്റ് ഭൂകമ്പമാണ് ഇന്ത്യൻ മഹാസമുദ്ര സുനാമി. ആ സുനാമി ഇന്ത്യൻ തീരത്ത് അടിച്ചു കയറിയ സമയം തിരുച്ചെന്തൂർ തീരത്തും മുൻപും ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടായി. കടൽ ഉൾവലിഞ്ഞു കിലോമീറ്ററോളം. എല്ലാവരും പരിഭ്രാന്തരായി. ഏത് നിമിഷവും ക്ഷേത്രത്തിൽ കൂറ്റൻ തിരകൾ വന്നടിക്കും. സംഭവബഹുലമായ നിമിഷം. എന്നാൽ അത്ഭുതം അവിടെയുമുണ്ടായി. ഉൾവലിഞ്ഞ കടൽ തിരുച്ചെന്തൂരിൽ മാത്രം തിരിച്ചടിച്ചില്ല. ശാസ്ത്രത്തിനും മറ്റും ഇന്നുവരെ ഉത്തരം കിട്ടാത്ത ആ പ്രതിഭാസം. ദേവസേനാധിപതി ഇരിക്കുന്ന ഇടമാണ് പഞ്ചഭൂതങ്ങൾ പൂജിതരായ ഇടം. അവിടുത്തെ കടലും അത്ഭുതം കാണിക്കും, സംശയമേയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ യാത്ര തുടങ്ങി ഭഗവാന്റെ അത്ഭുതകരമായ കഥകളിലൂടെ, അല്ല ചരിത്രങ്ങളിലൂടെ. ഇനി നമ്മൾ ഇനിയും സഞ്ചരിക്കും ഭഗവാന്റെ കഥകളിലൂടെ, സിദ്ധന്മാരുടെ കഥകളിലൂടെ, അവരുടെ ജീവചരിത്രങ്ങളിലൂടെ, ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ചരിത്ര പുരുഷന്മാരുടെ ജീവിതങ്ങളിലൂടെ. ഈ യാത്ര എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് പേർക്ക് ഇത് അറിയേണ്ട കഥയായിരിക്കാം, കുറേ പേർക്ക് ഇത് അറിയാത്തതായിരിക്കും. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുമാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക കൂടി വേണം. നിങ്ങൾ ഈ വീഡിയോ കാണുക മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുക വേണം. കാരണം അവർ ചവിട്ടുന്ന അവരുടെ ആ പാദം പതിയുന്ന സ്ഥലം ഉറച്ചതായിരിക്കണം. അത് നമ്മുടെ സംസ്കാരത്തിൽ കെട്ടിപ്പടുത്തതായിരിക്കണം. അതിനവർക്ക് ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് സല്യൂട്ട് ഭാരത് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം ഭഗവാന്റെ നമുക്കറിയാത്ത എല്ലാം അറിയുന്ന ഒരാളാണ് ഭഗവാൻ. ഈ വീഡിയോ ഉണ്ടാക്കുന്ന ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതിൻ്റെ വഴി നമ്മളെല്ലാം കൂട്ടിയെടുക്കുന്നൊരു ശക്തിയുണ്ട്. ഭഗവാന്റെ എനർജി, ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ആൾക്കാരിലേക്ക് ഇത്തരം കഥകൾ എത്തിച്ചേരട്ടെ. നമുക്കൊരുമിച്ച് അടുത്തടുത്ത പടവുകൾ കയറി പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് മുഴുവൻ കാണണം. കുട്ടികൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കണം. അടുത്ത ആൾക്കാർക്ക് അത് അയച്ചു കൊടുക്കണം. പിന്നെ സാധാരണ നമ്മൾ ചാനലിൽ കഴിയുമ്പോൾ പറയുമല്ലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ആൾക്കാരിലെത്തിക്കണം. ഇവിടെ പക്ഷേ നമ്മളിത് ചെയ്യുന്നത് ബിസിനസ്സിനല്ല, ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ആ ദൗത്യമാണ് എല്ലന്മാർക്ക് എന്നും ഭഗവാന്റെ സേവകരായിട്ട് ഏറ്റെടുക്കാറുള്ളത്. ആ ഭഗവാന്റെ ഒരു ദൂതൻ എന്ന ലെവലിൽ ഈ ദൗത്യം മാക്സിമം ആൾക്കാരിൽ എത്തിച്ചേരാൻ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. നമ്മളൊരുമിച്ച് തുടങ്ങുകയാണ് ഈ യാത്ര. എല്ലാവർക്കും മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ പ്രാർത്ഥന നിങ്ങളോട് കൂടിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഓം ശരവണഭവായ നമഃ.